ഹായ് മക്കളെ, കേരളപ്പിറവി ദിനം ക്വിസ് പാർട്ട് 1 വീഡിയോ ആണിത്. ഓരോ ചോദ്യവും 2 തവണ വായിക്കുന്നുണ്ട്. ഒരു പേനയും പേപ്പറും എടുത്ത് ഉത്തരം എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പഠിച്ചു കഴിയാത്ത കൂട്ടുകാർ 1-2 തവണ വീഡിയോ കണ്ട ശേഷം വീണ്ടും അറ്റൻഡ് ചെയ്യുക. ചോദ്യം 1. കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണ്? കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം 1956 നവംബർ 1. ചോദ്യം 2. 1956 കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? 1956 കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? ഉത്തരം 5. ചോദ്യം 3. 1956 കേരളം രൂപീകരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? 1956 കേരളം രൂപീകരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? ഉത്തരം തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ. ചോദ്യം 4. 1956 നവംബർ 1 രൂപം കൊണ്ട 14 സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറുത് ഏതാണ്? 1956 നവംബർ 1 രൂപം കൊണ്ട 14 സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറുത് ഏതാണ്? ഉത്തരം കേരളം. ചോദ്യം 5. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? ഉത്തരം EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാടായിരുന്നു കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി. ചോദ്യം 6. ഒന്നാം കേരള മന്ത്രിസഭ നിലവിൽ വന്ന വർഷം ഏത്? ഒന്നാം കേരള മന്ത്രിസഭ നിലവിൽ വന്ന വർഷം ഏതാണ്? ഉത്തരം 1957 ഏപ്രിൽ 5. 1957 ഏപ്രിൽ 5. ചോദ്യം 7. കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ആര്? കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ആരാണ്? ഉത്തരം R. ശങ്കർ. ചോദ്യം 8. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആരാണ്? കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആരാണ്? ഉത്തരം B. രാമകൃഷ്ണ റാവു. ചോദ്യം 9. കേരള ഹൈക്കോടതി രൂപം കൊണ്ടത് എന്നാണ്? കേരള ഹൈക്കോടതി രൂപം കൊണ്ടത് എന്നാണ്? ഉത്തരം 1956 നവംബർ 1. ചോദ്യം 10. കേരളത്തിലെ പ്രഥമ വനിതാ ഹൈക്കോടതി ജഡ്ജി ആരാണ്? കേരളത്തിലെ പ്രഥമ വനിതാ ഹൈക്കോടതി ജഡ്ജി ആരാണ്? ഉത്തരം ജസ്റ്റിസ് അന്ന ചാണ്ടി. ചോദ്യം 11. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഉത്തരം KT കോശി. ചോദ്യം 12. കടൽ മാർഗം കേരളത്തിൽ എത്തിയ ആദ്യത്തെ യൂറോപ്യൻ ആരാണ്? കടൽ മാർഗം കേരളത്തിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ ആരാണ്? ഉത്തരം വാസ്കോ ഡ ഗാമ. ചോദ്യം 13. കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരായിരുന്നു? കേരള സംസ്ഥാനം രൂപീകരിക്കുന്ന സമയത്ത് ആരായിരുന്നു ഉപരാഷ്ട്രപതി? ഉത്തരം ഡോക്ടർ S. രാധാകൃഷ്ണൻ. ചോദ്യം 14. ഫസൽ അലി കമ്മീഷനിലെ മലയാളിയായ അംഗം ആരാണ്? ഫസൽ അലി കമ്മീഷനിലെ മലയാളിയായ അംഗം ആര്? ഉത്തരം സർദാർ KM പണിക്കർ. ചോദ്യം 15. ഒന്നാം കേരള മന്ത്രിസഭയിൽ
എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? ഒന്നാം കേരള മന്ത്രിസഭയിൽ എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്? ഉത്തരം 11 അംഗങ്ങൾ. ചോദ്യം 16. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളം. ഇന്ത്യയെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചത് 2016 ഫെബ്രുവരിയിലാണ്. ചോദ്യം 17. കേരളത്തെ ഇന്ത്യയുടെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് എന്നാണ്? ചോദ്യം 17. കേരളത്തെ ഇന്ത്യയുടെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് എന്നാണ്? ഉത്തരം 2025 ഓഗസ്റ്റ് 21. ചോദ്യം 18. ഐക്യകേരളം എന്ന പ്രമേയം പാസാക്കിയ നാട്ടുരാജ്യ പ്രജാസമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? ഐക്യകേരളം എന്ന പ്രമേയം പാസാക്കിയ നാട്ടുരാജ്യ പ്രജാസമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? ഉത്തരം എറണാകുളം. ചോദ്യം 19. കേരളത്തിലെ ആദ്യ ധനകാര്യമന്ത്രി ആര്? കേരളത്തിലെ ആദ്യ ധനകാര്യമന്ത്രി ആരാണ്? ഉത്തരം സി അച്യുതമേനോൻ. ചോദ്യം 20. സ്ത്രീ പുരുഷ അനുപാതം കൂടിയ കേരളത്തിലെ ജില്ല ഏത്? സ്ത്രീ പുരുഷ അനുപാതം കൂടിയ കേരളത്തിലെ ജില്ല ഏതാണ്? ഉത്തരം കണ്ണൂർ. ചോദ്യം 21. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ്? ഉത്തരം കല്ലട ജലസേചന പദ്ധതി. ചോദ്യം 22. 1956 നവംബർ 1 നിലവിൽ വന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എത്രയാണ്? 1956 നവംബർ 1 നിലവിൽ വന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 6. ചോദ്യം 23. കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ പട്ടണം ഏതാണ്? കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ പട്ടണം ഏതാണ്? ഉത്തരം കോഴിക്കോട്. ചോദ്യം 24. പുകയില ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? പുകയില ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? ഉത്തരം കാസർഗോഡ്. ചോദ്യം 25. വയനാട് ജില്ലയിൽ ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദി ഏതാണ്? വയനാട് ജില്ലയിൽ ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദി ഏത്? ഉത്തരം കബനി. ചോദ്യം 26. നിലവിൽ കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്? നിലവിൽ കേരളത്തിൽ എത്ര ജില്ലകൾ ഉണ്ട്? ഉത്തരം 14. ചോദ്യം 27. മലയാളം സർവകലാശാല നിലവിൽ വന്ന വർഷം ഏതാണ്? മലയാളം സർവകലാശാല നിലവിൽ വന്ന വർഷം ഏതാണ്? ഉത്തരം 2012 നവംബർ 1. ചോദ്യം 28. മലയാളം സർവകലാശാലയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മലയാളം സർവകലാശാലയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം മലപ്പുറം ജില്ലയിലെ തിരൂർ. ചോദ്യം 29. കേരളത്തിൽ സാക്ഷരതയിൽ മുമ്പിൽ നിൽക്കുന്ന ജില്ല ഏതാണ്? കേരളത്തിൽ സാക്ഷരതയിൽ മുമ്പിൽ നിൽക്കുന്ന ജില്ല ഏതാണ്? ഉത്തരം കോട്ടയം. ചോദ്യം 30. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഉത്തരം കേരളം.
ചോദ്യം 31. കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആര്? കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? ഉത്തരം ആറാട്ടുപുഴ വേലായുധൻ. ചോദ്യം 32. കേരളഗാനം രചിച്ചത് ആരാണ്? കേരളഗാനം രചിച്ചത് ആരാണ്? ഉത്തരം ബോധേശ്വരൻ. ചോദ്യം 33. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏത്? കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏതാണ്? ഉത്തരം ഇരവികുളം ദേശീയ ഉദ്യാനം. ചോദ്യം 34. ഇന്ത്യയിൽ സാക്ഷരതയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ സാക്ഷരതയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളം. ചോദ്യം 35. കേരളത്തിൻ്റെ വിസ്തീർണം എത്ര ചതുരശ്ര കിലോമീറ്ററാണ്? കേരളത്തിൻ്റെ വിസ്തീർണം എത്ര ചതുരശ്ര കിലോമീറ്ററാണ്? ഉത്തരം 38,863 ചതുരശ്ര കിലോമീറ്റർ. ചോദ്യം 38. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര്? കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര്? ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി. ചോദ്യം 37. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് പറയുന്ന പേര് എന്താണ്? കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് പറയുന്ന പേര് എന്താണ്? ഉത്തരം ക്ലിഫ് ഹൗസ്. ചോദ്യം 38. കേരളപ്പിറവി ഏത് മലയാള മാസത്തിലാണ്? കേരളപ്പിറവി ഏത് മലയാള മാസത്തിലാണ്? ഉത്തരം തുലാമാസം. ചോദ്യം 39. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപകൻ ആര്? കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം PN പണിക്കർ. ചോദ്യം 40. ഏറ്റവും കുറവ് നഗരസഭകൾ ഉള്ള കേരളത്തിലെ ജില്ല ഏത്? ഏറ്റവും കുറവ് നഗരസഭകൾ ഉള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഉത്തരം ഇടുക്കി. ചോദ്യം 41. കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം ഏത്? കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം ഏതാണ്? ഉത്തരം എറണാകുളം. ചോദ്യം 42. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ്? കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ്? ഉത്തരം തൃശ്ശൂർ. ചോദ്യം 43. 1928 പയ്യന്നൂർ രാഷ്ട്രീയ മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആര്? 1928 പയ്യന്നൂർ രാഷ്ട്രീയ മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ചോദ്യം 44. കേരളത്തിലെ ഏറ്റവും വലിയ നദീദ്വീപ് ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ നദീദ്വീപ് ഏതാണ്? ഉത്തരം വയനാട് ജില്ലയിലെ കുറുവ ദ്വീപ്. ചോദ്യം 45. കേരള ഭാഷാ പ്രതിജ്ഞ എഴുതിയ വ്യക്തി ആര്? കേരള ഭാഷാ പ്രതിജ്ഞ എഴുതിയ വ്യക്തി ആരാണ്? ഉത്തരം MT വാസുദേവൻ നായർ. ചോദ്യം 46. കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം പഴശ്ശിരാജ. ചോദ്യം 47. കേരളത്തിൻ്റെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് മലനാട്? കേരളത്തിൻ്റെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് മലനാട്? ഉത്തരം 48%. ചോദ്യം 48. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള നവോത്ഥാനത്തിൻ്റെ
പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. ചോദ്യം 50. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ഉത്തരം ആലപ്പുഴ. ചോദ്യം 51. കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ പട്ടണം ഏതാണ്? കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ പട്ടണം ഏതാണ്? ഉത്തരം കോഴിക്കോട്. ചോദ്യം 53. കേരളത്തിലെ ആദ്യത്തെ ഡാം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ഡാം ഏതാണ്? ഉത്തരം മുല്ലപ്പെരിയാർ. ചോദ്യം 54. തിരുകൊച്ചി സംയോജനം നടന്ന വർഷം എന്ന്? തിരുകൊച്ചി സംയോജനം നടന്ന വർഷം എന്നാണ്? ഉത്തരം 1949 ജൂലൈ 1. ചോദ്യം 55. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉത്തരം പെരിയാർ. ചോദ്യം 56. കേരളത്തിലെ ഏറ്റവും ജൈവ വൈവിധ്യമുള്ള നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും ജൈവ വൈവിധ്യമുള്ള നദി ഏതാണ്? ഉത്തരം ചാലക്കുടി പുഴ. ചോദ്യം 57. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം കെ കേളപ്പൻ. ചോദ്യം 58. ഗാന്ധിജി സന്ദർശിച്ചതിലൂടെ പ്രശസ്തമായ കോഴിക്കോട് ജില്ലയിലെ വായനശാല ഏത്? ഗാന്ധിജിയുടെ സന്ദർശനത്തിലൂടെ പ്രശസ്തമായ കോഴിക്കോട് ജില്ലയിലെ വായനശാല ഏതാണ്? ഉത്തരം സന്മാർഗദർശിനി വായനശാല. ചോദ്യം 59. കേരളത്തിലെ ആദ്യത്തെ ജൈവ ഗ്രാമം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ജൈവ ഗ്രാമം ഏതാണ്? ഉത്തരം ഉടമ്പന്നൂർ. ചോദ്യം 60. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് വേദിയായ സ്ഥലം ഏതാണ്? കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് വേദിയായ സ്ഥലം ഏതാണ്? ഉത്തരം പയ്യന്നൂർ. ചോദ്യം 61. രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ താലൂക്ക് ഏതാണ്? രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ താലൂക്ക് ഏത്? ഉത്തരം സുൽത്താൻ ബത്തേരി. ചോദ്യം 62. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി ആര്? തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി ആര്? ഉത്തരം EMS നമ്പൂതിരിപ്പാട്. ചോദ്യം 63. കേരളത്തിലെ മഴനിഴൽ പ്രദേശം ഏതാണ്? കേരളത്തിലെ മഴനിഴൽ പ്രദേശം ഏതാണ്? ഉത്തരം ചിന്നാർ.